ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗായ്സ്, അപ്പം നമ്മളിതാ പിന്നെ നമ്മുടെ ബേബിഞ്ഞലോ പാർട്ട് 3 ആയിട്ട് വന്നേക്കാണ്. സോ ആക്ട് 2 ആണ് കേട്ടോ. സോ ഗായ്സ്, മിക്കവാറും ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും. കാരണം നമ്മളെ രണ്ടെണ്ണം ഫിനിഷ് ചെയ്യാനാണ് നോക്കുന്നത്, രണ്ടെണ്ണം ഒരുമിച്ച് ഫിനിഷ് ചെയ്യാനാണ് നോക്കുന്നത്. സോ ഗായ്സ്, നമുക്ക് നേരത്തെ വന്നതിന്റെ പിന്നെ വന്നോണ്ടിരിക്കുകയാണ്. സത്യം പറയല്ലോ, ഞാൻ ഒത്തിരി കാരണം ബേബിഞ്ഞലെ കുറിച്ച് ഒത്തിരി നോക്കിയപ്പം ഈ ആക്ട് 2 എന്ന് വെച്ചാൽ വളരെ ഡേഞ്ചറസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി ചേസുകളുണ്ട്, പിന്നെ ജംപ് സ്കെയർസ് ഒത്തിരി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറയാല്ലേ, കാരണം ഒത്തിരി ക്ലോസ് ആയിട്ട്, കാരണം ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ നല്ല പണിയാണ്. ബേബി ഇല്ല ഗൈസ്, ബേബി ഇല്ല. ഓ ഗൈസ്, ടെററാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല ടെററായിരിക്കും. അപ്പം വേർ ഈസ് ബേബി എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ കുറച്ച് ഗെയിം പ്ലേസ് ഒക്കെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. റാബിറ്റ് എനിക്കറിയാം കഴിച്ചു, ഇതൊക്കെ ഞാൻ കണ്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് സിമ്പിള്. പക്ഷെ ഈ ബേബിനെ കാണാതെ വന്നു കഴിഞ്ഞാണ്ടല്ലേ ഒരു 10.5 മണിക്കൂർ നമ്മൾ ഇരിക്കേണ്ടി വരും അടച്ച്. അപ്പൊ ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഓ, ഫോളോ ദ വൈറ്റ് റാബിറ്റ്. നമ്മളുടെ ഈ ആക്ടിന്റെ പേര് തന്നെ അങ്ങനെ കണ്ടില്ലേ ഗൈസ്. നമ്മളുടെ പിന്നെ ക്യാറ്റിന്റെ ഒരെണ്ണം ഉണ്ടെന്ന് എനിക്കറിയാം ലാസ്റ്റത്തെ. സോ ഗൈസ്, അപ്പം നമുക്കേ റാബിറ്റിനെ പിന്തുടർന്നാണ് പോകേണ്ടത്. അപ്പം ഓക്കെ, നമ്മൾ എലവേറ്ററിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എലവേറ്ററിൽ കയറി. സോ ഗൈസ്, അപ്പം നമുക്കേ അടുത്ത ലോഡിങ് സ്ക്രീൻ അടിച്ചിട്ടുണ്ട്. സോ പിഗ്മാൻസ് മാഡ്നസ്, സുക്രീറ്റ് വേർഡ്സ് എക്സിറ്റ്, ടൈനി റാബിറ്റ് ഹോപ്പ്ഡ്. സോ ഗൈസ്, നമ്മളെ കുറിച്ചാണ് തോന്നുന്നു പറയുന്നത്. നമ്മളിതാ പിന്നെ നമ്മുടെ റാബിറ്റ് താണ്ടേ. സോ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, എന്ത് സംഭവം മനസ്സിലായില്ല. സോ ഗൈസ്, ഇത് കിടന്ന് കുലുങ്ങുന്നു എൻ്റെ മോനെ, ഭയങ്കര കുലുക്കം. ഓ സോ ഗൈസ്, നല്ല കുലുക്കം ഉണ്ട് കേട്ടോ, ഭയങ്കര കുലുക്കം. ഇവിടെ നിങ്ങൾ സ്ക്രീനൊന്നും നോക്കി ഭയങ്കര കുലുക്കം. ഓ നമുക്കിനി ഓപ്പൺ ചെയ്യണം. ഇത് നമ്മളെ വലിച്ചങ്ങ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിച്ചിറങ്ങുന്ന പോലെ കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. മറ്റേ സോള് കിട്ടി, മറ്റേ സോള് താഴെ കിടപ്പുണ്ട്. ഇത് വെച്ച് നമുക്കൊരു ഗുണമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ, അവൻ എന്തിരാ നേരെ താഴോട്ടാന്ന് തോന്നുന്നു, താഴോട്ടായിരിക്കും കയറും. സോ ഗൈസ്, ഇതിനകത്ത് ഒത്തിരി കൺഫ്യൂസിങ് പാർട്സ് ഉണ്ട്, നല്ല പാടുള്ള പണിയുമാണ്. ഇതല്ല ലോക്ക്ഡ് ആണ്. സ്വിച്ച് കോമൺസ്. ഓ അടച്ച് കൊച്ചു ഇറക്കാ. ഇവനെ എന്തോ വേണം ഗൈസ്, ഇവര് തൊല്ലയാണ് സത്യം പറഞ്ഞ. ഓക്കെ, നമുക്കേ ഇവനൊന്ന് സെറ്റാക്കാം. എടാ എന്തിടാ അവനെ കാണുന്നില്ലല്ലോ ഇവിടെ. ഈ എന്റെ പൊന്നെ, എനിക്കൊന്ന് ഈ പിയാനോ വെച്ച് നമുക്ക് എന്തോ കളി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഇല്ല. ഇവനെ സെർച്ച് ചെയ്ത് ഇറങ്ങുവാണെങ്കിലേ നമ്മൾ മിക്കവാറും സമയം കളച്ചുള്ളൂ. അവനെ മിക്കവാറും പിച്ചിത്തിന്റെ വയ്യത്ത് കളയും കേട്ടോ. എന്ത് ചെയ്യടാ നീ എവിടെ പോയി? ഇവനെ ചിരി ഞാൻ എവിടെയൊക്കെ കേൾക്കുന്നെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല ഗൈസ്, കാരണം സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നവരുണ്ട്. ഇവനിവിടെ ഇല്ല ഗൈസ്. ഇവനെവിടെ പോയിട്ടാ കൊച്ചിറക്കാ. ഇതെന്താ പിക്കപ്പ്? എന്താവുന്നു അവൻ മേളിലങ്ങാണ്ട് കയറിയിരുന്നോ? എടാ ഇവനെന്താ ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത? ക്യാച്ച് ചെയ്യാൻ എടുത്തിട്ടുണ്ട്, ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഗ്ലിച്ച് വല്ലതും ആണോ ഇനി? ഇവൻ പിന്നെ അവിടെ പോയി കഴിച്ച് എന്തോ ഗ്ലിച്ച് അടിച്ചെന്ന് തോന്നുന്നു. ഇതൊരു സത്യം പറയാ. അതോ പ്രാന്താ ഇവനിത്. ദാണ്ട കിടക്കുന്നു. എടാ ഫെയിലാടാ നമ്മള്. ഇൻവെസ്റ്റിഗേറ്റ്. അപ്പൊ ഈ പിയാനോ. ഓക്കെ, നീഡ് മ്യൂസിക് ടു പ്ലേ. അപ്പം മ്യൂസിക്കിൽ എന്തെങ്കിലും ഇവിടെ ഒക്കെ കാണും കേട്ടോ. ഈ പേപ്പർ. പേപ്പർ അല്ല, പേപ്പർ. ഇത് ഇതിന്റെ എല്ലെന്ന് പറയാണ്. ദാണ്ട കിടക്കുന്ന അച്ഛനെ. ഇതെന്തോടാ ഇതാ വരെ കണ്ടു ഞാൻ. അടുത്ത് അങ്ങ് നോക്കാം. അടുത്ത എന്തിയാടോ അടുത്തവർ കാണണം കണ്ടുപിടിക്കാന്ന് വെച്ചാല്. എടാ നമ്മള് പോകുന്നിടത്തല്ലേ ഇതിന്റെ സാധനം. ലോബി. അതെന്ത് സംഭവം മനസ്സിലായില്ല കേട്ടോ, എനിക്കത് മനസ്സിലായില്ല. ഇല്ല, ഇവിടെ ഒന്നുമില്ല. ഞാനൊരു പേപ്പറിന്റെ കസ്റ്റമർ തോന്നിയതുകൊണ്ടാ. എടാ ഇത് ഇപ്പൊ ഇനി അടുത്തൊരെണ്ണം കൂടി ഉണ്ട്. അത് എവിടാണ്? ബെഡ്റൂമിൽ കാണും. ബെഡ്റൂമിൽ ഒന്ന് നോക്കാം. യെസ് എടാ കിട്ടിയടാ മച്ചാൻ. എടാ ദ കിങ്സ് എല്ലാം മനസ്സിലായില്ല. നോക്കട്ടെ. എടാ മോൻ, ഇത് എന്തുകൂടെ ഇത്? എടാ ദ കിങ്സ് ലുല്ലൂബിയോ. ഇവനാണല്ലേ കിങ്. ഇവൻ കിങ് അല്ലേ, പിശാചായവൻ. എടാ ദ കിങ്സ് ലുല്ലൂബിയോ. കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. പക്ഷെ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അല്ല നമ്മളെന്താ. എടാ ഇവൻ എന്തുവാടാ? ഇവൻ ഇടക്കിടയ്ക്ക് ഇത് ബട്ടൺ എന്ത് സംഭവം?
എക്സ്പ്ലോർ സീക്രട്ട് പാസേജ്. അപ്പൊ അവിടെ തുറന്നെന്ന് തോന്നുന്നു. ഇവന്റെ ചാവി വേണ്ട, നീ ചാവി ഒന്നും വേണ്ട അവിടെ. ഓക്കെ, നമുക്ക് ചാവി എടുക്കാതെ നമുക്ക് ഇതിലെ കൂടെ അല്ലേ കൊണ്ടേ. എടാ നീ ഒന്ന് ഇറങ്ങി പോയേ ചുമ്മാ. അവിടെ ഇത് ലോക്ക്ഡാ. അതിൽ പിന്നെയാണ് സീക്രട്ട് പാസേജ്. എടാ ചെറക്ക, ഇവൻ എന്തിനാ കാണിക്കുന്ന കഴിച്ച്. നമുക്ക് ഇതുവരെ ഒരു കുന്തവും കിട്ടിയില്ല. എടാ ഈ ബട്ടൺ ഞാൻ എത്ര നേരം കൊണ്ട് നോക്കുന്നറിയോ. പക്ഷെ ഈ ബട്ടനാന്ന് തോന്നുന്നു. നിക്ക് ഇവിടെ എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ട്. ഈ ബട്ടൺ അങ്ങനെ നിൽക്കിട്ട് വല്ല സീനെങ്ങാണോ ആയാലേ. ഇത് തന്നെ. എടാ എന്തിടാ, ഞാൻ എത്ര നേരം കൊണ്ട് നടക്കുമെന്നറിയാം. ഒരു 10-15 മിനിറ്റ് ആയിട്ട് ചുമ്മാ നടക്കുക ഞാനവിടെ. സോ ഈ സമയം നമുക്ക് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. സത്യം പറയാനില്ല, ഇതിനകത്ത് ഒത്തിരി ചേസിങ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ചേസിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചത്തതാണ്. ഗ്രാബ് എ ടൂൾ. നമുക്ക് ഹാമർ വേണം. ഹാമർ. ഓക്കെ, ഹാമർ അടി. പൊട്ടിക്ക് അടിച്ച് പൊട്ടിക്കടാ അതിനെ. സെറ്റ്. നമുക്ക് അടുത്ത് ഇത് അടിച്ചു പൊട്ടിക്കാം. എടാ ഇതെന്തി ഹാമർ അടിച്ചു പോയാ? എന്റെ പൊന്ന് ചങ്ങാതി, എനിക്ക് ഇതല്ല, ഇതിന് അട്ടം പോയിട്ട് വരാം. എടാ ഇതെടുത്ത് കളാ. ഇതെന്തുവാ അടുത്ത? ഇത് സ്ക്രൂ ഡ്രൈവർ. ഇതും എടുത്ത് കളാം. ഓക്കെ, നമുക്ക് ഇതെടുക്കാം. ഹാമർ നമ്മളെ ചുമത്തി. ഓക്കെ, നമുക്ക് മേളത്തെ തന്നെ അടിച്ചു കളയാം. ഇത് താഴത്തെ കൊണ്ട് അടിച്ചു കളയണമെന്ന് തോന്നുന്നു. എടാ ഇതിങ്ങനെ താഴെ വീഴുവാ. ഓക്കെ എവിടെ ഇത്ര പതുക്കെ പോന്നേ മച്ചാമാരെ. ഇപ്പൊ നിങ്ങളെല്ലാരും ലൈക്ക് അടിച്ചത് കിടില സാധനമായിട്ട് വരുവാണ് കേട്ടോ. ഞാനൊന്ന് കുലുങ്ങിയൊക്കെ ചെയ്യുന്നു. എന്റെ മോനെ ഈ സിമ്പൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് എന്താ സിമ്പൽ എന്നറിയാമെങ്കിൽ. പിന്നെ ഇതിന്റെ സ്റ്റോറി ഒക്കെ നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയത്തില്ല. നമുക്ക് സ്റ്റോറിയുടെ ഒരെണ്ണം ചെയ്യാം. നമുക്കൊരു ഷോർട്സ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് 2-3 പാർട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇതിനകത്ത് സ്റ്റോറി വരുന്ന സമയങ്ങളുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് നേരെ പോവാം. സോ നമുക്ക് ഇത് എവിടാണ് വെക്കണ്ടേ? ഇവിടെ അല്ല വെക്കണ്ടെന്ന് തോന്നുന്നു. ഇതെവിടെ വെക്കണ്ടേ? ഇതാ ഇവിടെ. സോ അപ്പൊ നമുക്ക് അതിനോട് അതിനുണ്ട്. അതിന് എടുത്താ മോനെ. നീ കരഞ്ഞോണ്ടിരിക്കുക ഇവിടെ. പോടെ തീർക്ക. ഇവൻ കുട്ടി പിശാച് എന്നൊക്കെ മോങ്ങുന്നു. ഒന്ന് ആലോചിച്ച് കേസ്, നമ്മൾ ഇത്രയും ടെറർ കളിക്കുമ്പോ ആരെങ്കിലും ഇതൊന്നും അറിയാത്ത ആരെങ്കിലും വന്ന് നോക്കി അവന്റെ ചാബി എടുത്തോണ്ട് നമ്മളെത്ര ക്രൂരനാന്ന് അവന്മാര് വിചാരിക്കുന്നത്. നമ്മൾ എലവേറ്റർ കെയർ ഡാം, അത് തന്നെ ഡാം. എന്റെ പൊന്നെ എന്താണിത്? ഇവന്മാർക്ക് നമ്മളെ കഷ്ടപ്പെടുത്തി. എടാ മുയല് വന്നു. നമ്മളുടെ മുയലിന്റെ മറ്റേ പൂവാടയാണ്. തൂവലാണ് സാധനം. ഓക്കെ, എടാ ബേബി ഇരിക്കുന്നുണ്ട്. എടാ അവൻ വലിച്ചു കീറി കൊന്ന അതിനെ. എടാ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നവൻ. എന്തുകൂടെ നീ ഇങ്ങനെ നോക്കുന്നേ? എന്റെ പൊന്നെ. എടി ഇവൻ ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്ന് ആരെങ്കിലും നോക്കിയാലോ. പക്ഷെ ഇപ്പൊ അവൻ കാണിച്ചൊരു എന്താണ് കഴിച്ചത്? എടാ ഇതിപ്പോ നീ അവിടെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ 2 ഫ്യൂസ് അടിച്ചു കൊടുക്കണം. ഇതിപ്പോ നോ പവറാ. ഇതെന്ത് ചെയ്യണ്ടേ? നമുക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് 240 വോട്ടിന്റെ ഷോക്ക് അടിച്ചു. നമ്മൾ ഇതെന്താ ചെയ്യണ്ടേ? സംഭവം എന്താണ്? ഓക്കെ, ഫ്യൂസ് ബോക്സ്. അപ്പൊ ഫ്യൂസ് വെക്കണം. നീല ഫ്യൂസ്. നീല ഫ്യൂസ് അവിടെ അല്ലേ ഇരിക്കും? നോക്കാം. സോ ഗൈസ്, നമ്മളെ നീല ഫ്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. സോ അതിനുശേഷം നമുക്ക് പിങ്ക് ഫ്യൂസ്, അത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ആ ഫ്രിഡ്ജാണ്. മറ്റേ ഈ സാധനം, ഇതിന്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി. സോ വാൾക്കറിന്റെ കയ്യിലും ഉണ്ടോ? വാൾക്കറിന്റെ കയ്യിലില്ല. വാൾക്കറിന്റെ കയ്യിൽ ചെസ് ഉണ്ട്. അല്ല, ചെസ്സിന്റെ മറ്റേ രാജാവുണ്ട്. ഒരു കോയിൻ ഉണ്ട് ഇവിടെ. സ്മിത്തിന്റെ കയ്യിലൊന്നുമില്ല. 17 നമ്പർ കിടപ്പുണ്ട്. ഓക്കെ, അതെന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. 13 നമ്പർ കിടപ്പുണ്ട്. ഓക്കെ, സോ നമുക്കേ ഇനി അടുത്ത് നമ്മളുടെ ഇതിനകത്ത് കോയിൻ ഉണ്ട്. അപ്പം ഗൈസ് ഇതിനകത്ത് മറ്റേ വെന്റിലേറ്റർ അല്ലല്ലോ, അങ്ങനെ എന്തൊരു സംഭവമല്ലേ ഗൈസ് ഇത്? അത് നിങ്ങൾ ജസ്റ്റ് പേരെന്ന് കമന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഇതിന്റെ പേരെന്ന്. സോ നമുക്കേ ഒന്നല്ലടാ ചെറക്കനെ ചുമ്മാ എടുത്ത് നമുക്ക് C2 ആണ് അടിക്കേണ്ടത്. C2. ഓക്കെ, നമ്മൾ ബാക്കി ഫുൾ അടിക്കണമെന്ന് തോന്നുന്നത്. നിൽക്കേ എടാ ഇതൊന്നും നീങ്ങുന്നുമില്ല. ഒരു A-B അങ്ങനെ അടിച്ചു. A1 അല്ല ബി അടിച്ചു. ഓക്കെ, B1 അത് ലേസ് ഉണ്ട്. നിങ്ങൾക്ക് ലേസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കാട്ടോ. സോ നമ്മളിതാ പിന്നെ എഴുതുന്നു
ദെൻ നമുക്ക് C2 ഓക്കെ. സി പതുക്കെ അടിക്കുക. C2 ഓക്കെ. C2 എന്തിടാ ഗ്ലിച്ചടിച്ചോ? സത്യം പറയാനില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഗ്ലിച്ചെങ്ങാണ് അടിച്ചു പോയെന്ന് ആലോചിച്ചു നോക്കി. നമ്മൾ ഇത്രേ ഗെയിം വാവ് തീർന്ന് കത്തം. ഓക്കെ എടാ ഡാ പൊട്ടിത്തെറിച്ചല്ലേ, സമാധാനമായല്ലേ? നിനക്കിതൊക്കെ നിനക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഭയങ്കരമാവൻ. കൊച്ചിറക്ക എന്നെ നീ സ്റ്റോപ്പ് ദ ബേബി ഫ്രം സ്റ്റീലിംഗ് വ്യൂസ്. ഇവനെ കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലെങ്ങാനും കൊണ്ട് തണുപ്പിച്ചെടുക്കാം. എടാ ഇവിടെ 43. എടാ ഒരു കോഡാന്ന് തോന്നുന്നു ഇത്. 4317 ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ഇവന് ഇവിടെ കാണാൻ കൊണ്ട് ഇടാൻ വല്ലതും പറ്റൂ? ഇവനെ എവിടെങ്കിലും ഇവിടെ എന്ത് അൺലോക്ക്. ഓക്കെ ഗൈസ് 4317 ഇതാണ് നമുക്ക് അടിക്കേണ്ടതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 17 ആയിരിക്കും ഗൈസ്. കാരണം ഇവിടെ അവന്മാര് ഫസ്റ്റ് കൊണ്ട് വെക്കത്തില്ലല്ലോ. അപ്പൊ 4317 നോക്കി അൺലോക്ക് ആയിട്ടുണ്ട്. വെന്റ് ഓപ്പൺ ചെയ്തു. താഴെ പടാ. അവിടെ പോ, നീ ഇറങ്ങിപ്പോ. ഹീസ് ഗോൺ ഫോർ നൗ. രക്ഷപ്പെട്ട് നാശം. ആ ചറക്ക, ആ കുട്ടി കുരുപ്പ്, അവൻ എന്തൊക്കെയാ പണി ചെയ്ത് വെച്ചേക്കെന്ന് അറിയാവോ? നമ്മള് ഫ്യൂസ് അടിച്ചു വെച്ചേ. അല്ല ഫ്യൂസ് എടുത്ത് വെച്ചേ. അടിച്ചു പോയിരുന്ന ഭാഗ്യം. എടാ ലിവർ ഇതാക്കണം. ഫസ്റ്റ് ലിവർ നമുക്ക് ഷോക്ക് അടിച്ചായിരുന്നു. ഇപ്രാവശ്യം ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ വർക്ക് നൗ. എടാ നമ്മളെ ലിഫ്റ്റ് വർക്കായി. നമ്മളെ ലിഫ്റ്റിന്റെ വഴി ഏതായിരുന്നു? അതാണ്. എടാ ചറക്ക, എടാ നിനക്ക് എന്താ? ഞാൻ ഇറങ്ങുന്നതിന് നിനക്ക് എന്ത്? ഡോണ്ട് ലീവാ, ഇറങ്ങ ചറക്കനെ. ഈ കുട്ടിക്കുരുപ്പേ എന്താ ഇവിടെ എന്തിങ്ങനെ നടന്നു വരുന്നേ? അയ്യാ ഇവിടെ ഇതെന്തൂടത്? ഇവിടെ ചെന്റെ പൊന്നെ. എടാ ഓക്കെ വെയിറ്റ് ഫോർ ദ എലിവേറ്റർ സർവൈവ്. എടാ ഇങ്ങോട്ട് എടാ ഇതിന് താക്കോല് എടുക്കടാ. താക്കോൽ എടുക്കടാ. എടാ താക്കോൽ എന്തിയേ? ഓ എടാ എന്തോടാ ഇത്? ഗുഡ് നൈറ്റാ. പോണേർക്കാ ഗൈസ്. അടുത്ത് നമ്മള് പിടിക്കാൻ നോക്കാം. നമ്മളെന്തായാലും അത് തുറന്നു പോവും. എന്റെ പൊന്നെ, നമുക്ക് ഓട്. ഓക്കെ എടാ പതുക്കെ എടുത്താ മതി. ചുമ്മാ അലമ്പ് കാണിക്കണ്ട. പതുക്കെ. നോ എസ്കേപ്പാ. ഈ പോടെ ഇറക്കാം. ഞാൻ എസ്കേപ്പാ ഓടുന്നു ഉറപ്പ്. എടാ ഇതെന്തൂടത്? എടാ കൊച്ചിറക്കാം. ഓക്കെ എടാ തോന്നുന്നു ചന്ദ്രക്കല എട്. അൺലോക്ക്. എടാ അവൻ വന്ന്. അയ്യോ എടാ ഗൈസ് പിന്നെയും പോയി. ഞാൻ ഓടി. ഇപ്രാവശ്യം പിടിക്കത്തില്ല. അവൻ പിടിക്കത്തില്ല ഉറപ്പ്. അടി. ഇന്റൻസ് ഒന്നും പറയില്ല. എടുക്കടാ. അതല്ലടാ ഇത് എടുക്കടാ. എടുക്ക്. ഇവിടെ താഴെ പതുക്കെ ചെയ്താൽ മതി. രക്ഷപ്പെടില്ല. മിക്കവാറും പൊളിച്ചോണ്ട് വരും. ഉറപ്പാ. ഓട്. പൊളിച്ചെന്ന് തോന്നുന്നു. അയ്യാ ഓട്. എടാ എന്തുവാ ഇടാടാ? അതിന്റെ ഇടയ്ക്ക് കൂടി രക്ഷപ്പെട്ട് പറഞ്ഞില്ല അവർ തുറന്നോണ്ട് വരുമെന്ന്. ആണോ എന്തുവാടാ ഇത്? എന്റെ പൊന്നെ, ഇവൻ ഒരുമാതിരി ഒന്നും പറയാനില്ല. ഇവൻ ചുമ്മാ എന്തു പറയുന്നേ? ഓക്കെ ഇത് എക്സിറ്റ്. ഡോണ്ട് ലീവ് മീ, സ്റ്റേ ഹിയർ, സ്റ്റേ ഫോർ എവർ. എടാ ഇവനെന്തോ പേലിക്ക്. ഓക്കെ എന്താ ആരോ പറഞ്ഞാണത്. എന്റെ പൊന്നെ എന്തുവാടാ ഇത്? എന്റെ ദൈവമേ ഗൈസ്, ഇത് നല്ല ഇന്റൻസ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയില്ല, നല്ല ഇന്റൻസ് ആയിരുന്നു. റിയൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളുടെ റിയൽ ആയിട്ടൊന്ന് എടുത്തു നോക്കുക. എന്റെ പൊന്നമ്മച്ചി എന്തുവായിരുന്നടാ, ഒന്നും പറയില്ല. ഭയങ്കര ഇന്റൻസ് ആയിരുന്നു. അത്രക്ക് ഇന്റൻസ് ആയിരുന്നു സാധനം. എടാ ഇത് ഞാൻ കണ്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് പാർട്ടാണ്. കാരണം നമ്മള് ഇപ്പൊ ഇവനൊന്നും എടുത്തു കൊടുക്കരുത് കേട്ടോ. ഇപ്പൊ നമ്മളൊന്നും എടുത്തു കൊടുക്കരുത്. കാരണം ഇപ്പൊ നമ്മൾ ഇതൊന്നും എടുത്തു കൊടുക്കാതെ ഇത് നിങ്ങൾ കളിക്കുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചു കേട്ടോ. ഇത് ഒരിക്കലും നിങ്ങൾ എടുത്തു കൊടുക്കരുത് ഒന്നും. ഈ ചാവി ഉണ്ടല്ലോ, ഈ ചാവി നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലിഫ്റ്റിനകത്ത് കയറണം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സംഭവം ഒന്നും ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്കറിയാം കേട്ടോ. ഇത് എനിക്കറിയാം.
സോ നോക്കേ പുട്ട് ദ ബേബി ടു സ്ലീപ്പ് ആണുണ്ടോ. ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ആണോ ഇവൻ കണ്ടോ. സോ നിങ്ങൾ ഇപ്പൊ ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾ നേരെ പോവാ, നിങ്ങൾ നേരെ മേളിൽ പോവാ. നിങ്ങൾക്ക് അവിടെ ചാവി കാണാം. ആ ചാവി വെച്ചാൽ ഡോർ തുറക്കുക. ആ ഡോർ തുറന്നാൽ മതി. എനിക്ക് ഞാൻ കാണിച്ചു തരാം. അതാണ്ട് ഈ കീ എടുക്കുക. നിങ്ങൾ ആ സൈഡിൽ പോയിട്ട് അതങ്ങ് തുറക്കുക. ഇപ്പൊ ലിഫ്റ്റ് കയറാൻ നിൽക്കരുത്, നിങ്ങൾ ചാവി പോവും. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഇവിടെ ചെയ്യാൻ. കാരണം ലോട്ട്സ് ഓഫ് കൺഫ്യൂഷൻ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഇതിനെ മാത്രമേ എനിക്ക് അത്രയ്ക്ക് അറിയത്തുള്ളൂ. കാരണം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം കഴിച്ചു മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. അപ്പം ഇത് ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. പിന്നെ നിങ്ങൾ സബ് ചെയ്താണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കേ. നമുക്ക് ഇത്രയും വലിയ ടിപ്പൊക്കെ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ നമുക്കേ നമ്മള് ബേബി എടുത്ത് പിന്നെ എത്തി. ഈ കൊച്ചു ഇറക്കാൻ ഭയങ്കര ശല്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. വന്ന് ചറക്കാൻ. ഗൈസ് ഇതുണ്ട്, ഇതും കൂടി ഞങ്ങൾ എടുത്ത് വെക്കുക. ഞാനിപ്പം തമാശ പറഞ്ഞേ പോയാനെ. ഇതെടുത്തിട്ട് ഇവിടെ ഒരു ഡോറുണ്ട്, ഇതാ ഇവിടെ ആയിട്ട് കണ്ടോ. ഈ ഡോറ് തുറക്കുക. ഓ എടാ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞോടാ. ഓക്കെ, ഇങ്ങോട്ടുള്ള വഴിയുണ്ട്. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഇടയ്ക്ക് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എനിക്കത് കറക്റ്റ് അറിയില്ല. ലൂപ്പ് പോലെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഗൈസ് എന്തായാലും. ഓക്കെ, ഡോണ്ട് ലീവ്. പിന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ ചെയ്താൽ മതി ഗൈസ്. ഓക്കെ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവരെന്തെങ്കിലും പറയുക വല്ലതും ചെയ്യുമായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എടാ സിമ്പലൊക്കെ കണ്ടോ നിങ്ങൾ ഇവിടത്തെ ഓരോ കാര്യം നോട്ട് ചെയ്യും. ഇസ് ടയർഡ്. ഓ എടാ എനിക്കറിയാം. മറ്റേ അയാളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം. ഇതിനകത്ത് ഇവനെ ക്യാച്ച് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇവനെ ക്യാച്ച് ചെയ്യാനോ? ഞാൻ ഇവനെ തുടത്തു പോലില്ല, പിന്നെ എങ്ങനെ? ഇതൊക്കെ ഞാൻ വെച്ചൊരു ജംപ് സ്കെയർ വല്ലതും കാണുന്നു. ഇത് വലിയ ജംപ് സ്കെയർ ഇല്ല, പക്ഷെ മറ്റേ ചേസൊക്കെ നല്ല ജംപ് സ്കെയർ ആയിരുന്നു. പക്ഷെ എന്റെ പൊന്നെ, അതിന്റെയൊക്കെ ജംപ് സ്കെയർ ആണോ അവനെ? ജംപ് സ്കെയർ. അത് സത്യം പറയല്ലേ, ഞാൻ പേടിച്ചു പോയി. ഇതൊന്നും വലിയ സീനില്ല. ഓ ഇവനെ നമ്മളെ തൊടരുത്. ഇവന്റെ അടുത്ത് എങ്ങനെ ചെന്ന് നമ്മള് ഓക്കെ, ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അപ്പുറത്തൂടെ അങ്ങ് പോവാ. ഇതൊക്കെ നമുക്ക് എന്ത്, നമ്മൾ മൈൻഡ് ചെയ്ത് എത്ര പേരെ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ഓപ്പൺ. ഇനി ടി വി നോക്കരുത്. വാച്ച് ടി വി. യു ആർ ഫീലിംഗ് സ്ലീപ്പി പൊടരുകേ. ചാവൂടാ. നമ്മൾ എങ്ങനെയാണടാ പോകുന്നത്? പറയാൻ നോക്കിക്കൊണ്ട് പോവാ. ഐഡിയ. വാവ് ഗൈസ്, ഇതെന്താണിത്? എന്താ ഞാൻ കാണണേ? ഓക്കെ, അത് എന്തുവാടാ ഇത്? ഒരു ടി വി കാണിപ്പിക്കാനാണ്. എന്തുവാടാ ഇത്? ഞാൻ എങ്ങോട്ട് നോക്കണം? ഓക്കെ, ഇങ്ങനെ നോക്കി അങ്ങ് പോവാ. നേരെ പോട്ടെ. അത്രേ ഉള്ളൂ. എന്തുവാടാ ഇത്? എന്റെ പൊന്നെ, യു ആർ ഫീലിംഗ് സ്ലീപ്പി. സത്യം എന്റെ കണ്ണൊക്കെ അടഞ്ഞോണ്ടിരിക്കുക. അല്ല റിയൽ ലൈഫിലല്ലേ ഇതിനകത്ത്. ഓക്കെ, നമുക്ക് അപ്പുറത്തെ ഡോറാന്ന് തോന്നുന്നു. ഇതെന്തോടാ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്? എന്തോ ഞാൻ ജസ്റ്റ് ഇതിൽ ഡബിൾ. പിന്നെ ഡബിൾ ഇല്ല, ത്രിബിൾ. പോടർക്ക് എനിക്ക് ജീവൻ വേണം. അവര് പറഞ്ഞേക്കോ ബേബി സിറ്ററിനാണ് ഡബിൾ വരാന്ന്. എടാ പിന്നെയും ടി വിയോ? ഇവൻ എന്തിനാടാ ഇങ്ങനെ ടി വി കൊണ്ട് വെച്ചേക്കുന്നത്? നീ എന്ത് ആഡ് കണ്ടുപിടിക്കുന്നു? ആഡൊക്കെ ഇല്ലേ കേസ്? ഇങ്ങനെ ഓരോന്ന് റിപ്പീറ്റ് ആണെങ്കിൽ അതേപോലെ ആഡ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഇടയ്ക്കൂടി അവന്റെ മോന്ത, ആ ഒരു മോന്ത. എടാ പിന്നെയും ടി വിയും കൊണ്ടുവന്നു. നിനക്ക് എന്താ? ഓക്കെ, നേരെ പോ. തുറന്നേ. കൊള്ളാലേ. ഞാൻ വിചാരിച്ച്, എനിക്ക് തോന്നി ഇന്ദ്രാ കൊച്ചിറക്കാ. അവന്റെ നോട്ടം കണ്ടു. അവന്റെ നോട്ടം കൊണ്ട് തന്നെയാണ് ഞാൻ പേടിക്കുന്നത്. എന്റെ പൊന്നെ, ഹീസ് എ വെരി ടയേർഡ് പോയി. അവൻ ടയേർഡല്ല, അവൻ അവനെ കുറിച്ച് എന്തൊക്കെ പറയാം. അവന് എന്തോടെ ഇങ്ങനെയൊക്കെ പോന്നേ? എന്തോടെ ഇതിങ്ങനെ വളയുന്നേ? ഇതെന്ത് വളഞ്ഞു പോന്നേ? ഇതെന്ത് ഇങ്ങനെയുള്ള സ്ക്രീന്? ഇതെന്തോടാ ഇത്? ഞാൻ എങ്ങനെ തല തിരിച്ചു വെച്ചാൽ ശരിയാവും? അവിടെ ഇതിപ്പം നിങ്ങൾ വീട് ചരിച്ചു വെച്ച് നോക്കിയ നിങ്ങൾ ഷോർട്സ് കാണുന്ന ഒരു രീതി നോക്കേ. മീൻസ് നിങ്ങളിപ്പം ഫുൾ സ്ക്രീനിലാണെന്നെങ്കിൽ ജസ്റ്റ് ഇതാക്കി നോക്കിയാൽ മതി. അല്ലാതാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇവൻ അതിനിടയ്ക്ക് ജംപ് സ്കെയറും കൊണ്ട് എന്തുവാടാ ഇത്? നമ്മളെന്തോ ലിഫ്റ്റിന്ന് താഴെ വീണല്ലോ. ഇത് നല്ല ഇന്റൻസ് ആണ് കേട്ടോ, ചുമ്മാ ഒന്നും അല്ല, നല്ല ഇന്റൻസ് ആണ് സത്യം പറഞ്ഞ.
ഇതൊരു ലൂപ്പായിട്ട് സത്യം പറയാല് തലവേദന എടുക്കുന്ന സാധനമാണിത്. അത്രയ്ക്കുണ്ട് ഇത്. എന്റെ പൊന്നെ. എടാ ഇതിപ്പോ ഞാൻ എതിലേക്കൂടി പോണോന്ന് പറഞ്ഞാ ലോക്ക്ഡ്, എല്ലാം ലോക്ക്ഡ്. ഇപ്പുറത്തോട്ട് വഴിയുണ്ടല്ലേ. ഞാൻ പിന്നെ ഇതിന് ഇത്ര വലിയ പാടുവിടുന്നു. ഓക്കെ, നമ്മൾ ഇത് എന്താടാ 6 പടം വരച്ച് വെച്ച്. ഇത് ലൂപ്പായത്. നിങ്ങക്ക് മനസ്സിലായില്ലേ ഗൈസ്, ഇത് ലൂപ്പാണ്. അത്രേ ഉള്ളു. എക്സിറ്റ് കൊണ്ണ. എടാ നിന്നെയൊക്കെ അവന്മാര് കൈ കൊണ്ട് തരും ബിരിയാണി, എന്നിട്ട് അവന്മാരെന്നെ എടുത്ത് തിന്നും. അതാണ് അവന്മാരുടെ സ്വഭാവം. എന്തോ വേണോടാ ഇതിനെയൊക്കെ. എന്റെ പൊന്നെ, ഇത് കഷ്ടപ്പെട്ടിരുന്ന നാശം പിടിക്കാനായിട്ട്. ഓക്കെ, അത് നമുക്ക് സെറ്റാക്കി. നമ്മൾ ഈ ലൂപ്പിന്നൊക്കെ നമ്മളിപ്പോ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസം ഇതിനകത്ത് വരും കേട്ടോ, ഉറപ്പാ. ഓക്കെ, നേരെ പോവാം. നമ്മൾ പറഞ്ഞിടത്ത് കഥയല്ലേ കഴിച്ചത്. ഇത് കേട്ടോണ്ടിരുന്ന എന്റെ സമയം പോകും. പോടാ ഇറക്കാം. അവൻ ചുമ്മാ എന്റെ സമയം കളയാനായിട്ട് വന്നിരിക്കുക. സംഭവമൊക്കെ കൊള്ളാം കേട്ടോ, നല്ല ഗ്രാഫിക്സ് ആണ്. എടാ ഞാൻ പിന്നെ ഇവിടെ തന്നെ ഇറങ്ങിയേ. എന്റെ ചങ്ങാതി. ഇത് പിന്നെ ഒന്നും കൂടി ഇറങ്ങ്. എടാ ഞാൻ അവിടെ ഒരു ഷീപ്പിനെ കണ്ട. എടാ അവിടെ ഒരു ഷീപ്പ് നിൽക്കുന്നു. ഇവിടെ ഒരു ഷീപ്പ്. അവിടെ ഒരു ഷീപ്പുണ്ട്. അവിടെ ഷീപ്പില്ല. എടാ ഒരു ഷീപ്പിന്. ഷീപ്പിനെ കണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതാണല്ലോ ഈ ഷീപ്പിനെ കണ്ടോ? ഇവിടെ എന്തെങ്കിലും റൂമോ വല്ലതും ഉണ്ടോ? ഇല്ല, റൂമില്ല. പക്ഷെ എന്തോ ഒരു ഹിന്റാണ് ഇത്, ഉറപ്പാ. എന്തോ ഒരു ഹിന്റാണിത്. എടാ ഇത് ബേബിയുടെ റൂമിന്റെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, എനിക്ക് എന്തോ ഒരു വള്ളി, എന്തോ ഒരു കച്ചിത്തുമ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. എടാ റൂം. എടാ ചെറക്ക ചുറ്റപ്പോ. എടാ ഇതെന്തോ. എടാ പിന്നെ ഞാനെന്തോ വലിയ എന്നാണ്ട് കണ്ടുപിടിച്ച പോലെ കടന്ന് അറമാതി ചെയ്ത്. എന്താ ഇത്? അതിന് ലോക്കഡ് ഇവന്മാര്. എടാ വഴി കണ്ടുപിടിച്ച് എന്റെ മോനെ. ഇവൻ എന്തോടാ ഇവൻ? മറ്റേ ജയിന്റ് വീട് കിടന്ന് കറങ്ങുന്നതിന്റെ ഡബിൾ സ്പീഡ് കിടന്ന് കറങ്ങുവാനല്ലേ. എടാ ഇതൊന്നും വലിയ ചമസ്കാരല്ലായിരുന്നു ഇത്. പക്ഷെ നല്ലായിരുന്നു. ഹീസ വെരി ടയേർഡ് പോയി. നിനക്ക് ഞാൻ തരുന്നുണ്ടോ വെച്ചാന്? നിന്നെ കട്ടിലല്ല കൊണ്ടിടണ. ഞാൻ പറഞ്ഞു നിന്നെ ഇവിടെ നിന്ന് എടുത്ത് താഴോട്ട് ദൂരോട്ട് കളയാം. നിന്നെ കളയട്ടടാ ഇവിടെ. എടാ ഇത് നമ്മൾ ഇവനെ കളയാൻ തന്നെയാണ് കേട്ടോ. നമ്മളെടുത്ത് കളയുക. റാബിന്റെ അടുത്തോട്ട് കളയുക. മോനെ പോയി ചാവ് മോനെ ചാവ്. എടാ ഇതെന്തോടെ ഇത്? ഓ മൈ ഗോഡ്. എടാ ബേബിനെല്ലോ ഭയങ്കര സീൻ കളിയാണ് കേട്ടോ. നമുക്ക് ഒറ്റ ഓട്ടം ഓടാം. അവൻ നമ്മളെ ചേസ് ചെയ്യാൻ വന്നാലും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റ ഓട്ടമാണ് ഓടുന്നത്. ഓടിക്കോ. എടാ റാബിറ്റ് ചുമ്മാ പൂക്കുറ്റി വിട്ട പോലെ പോവാണ് അവൻ. എന്റെ പൊന്നെ. ഇതാരാ ഒച്ചറക്കാ. ഇവനാരാണ്? എടാ സ്ട്രേഞ്ച് സിമ്പിൾ. എടാ ഒരു സർക്കിളിനകത്ത് വരാ. ഇതെന്തായാലും എന്തെങ്കിലുമൊക്കെ കാരണം കാണും. എടാ ഓക്കെ, ഡോർ തുറക്കാനാണ്. തെറ്റാ ഡോർന്ന് നമ്മളെ ബേബിന് വല്ല ഒന്ന് പിടിക്കും. അവൻ എല്ലാം അവൻ എന്തു പറയുന്ന. അവൻ ഭയങ്കര ഹൊററാണ്ടോ അത്തം പറഞ്ഞ. ഐ വിൽ ഫൈൻഡ് യു. എടാ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും റൺ ചേസ് പോലെ റൺ ചേസ്. മനസ്സിലായി വെച്ചാനെ. ഇപ്രാവശ്യം നമ്മള് എടാ ചൗടാ എന്റെ പൊന്നെ. എടാ നമ്മളിപ്പോ എതിരെ കൂടി പോവാനാണ്. എടാ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നടാ. നാശം പിടിക്കാനായിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് വന്ന്. ഓക്കെ നമുക്ക് സ്ഥലം കിട്ടും. എടാ ലെറ്റ് മീ സ്കൂസ് യു. എടാ ഈ ചിഹ്നം നിങ്ങൾ കണ്ടായിരുന്നോ? ഈ ചിഹ്നം ഞാൻ കണ്ടില്ല. എടാ ഓക്കെ, ആ ചിഹ്നം നമുക്ക് സെറ്റാക്കാം. ഞാൻ കണ്ടില്ല കേട്ടോ ആ ചിഹ്നം. സത്യം പറയില്ല. ഞാനേതോ പോയിക്കുള്ള ഡോർ. രക്ഷപ്പെട്ടു. ഓക്കെ. എടാ ഇതെന്തോ ഇത്? ഞാനെങ്ങനെ പുറത്തു പോവാനാ? ലെറ്റ് മീ ഫീഡാ. ആരോട് ഫീഡ്? ഞാൻ ഫീഡാവത്തില്ല. എടാ ഈ ചിമ്പിട് തുറന്നു പോടാ. ഇറങ്ങി പോടാ. എടാ രക്ഷപ്പെട്ടാ? ഇല്ലടാ രക്ഷപ്പെട്ടില്ല. അതിന്റെ വേട്ടാടാ എന്റെ അസായിട്ട് സംഭവം. നമ്മൾ രക്ഷപ്പെടാറായി. നമ്മൾ രക്ഷപ്പെട്ട്. പിന്നെ അല്ല ഞാനുള്ളപ്പോഴാണോ നമ്മളത് രക്ഷപ്പെടാതിരിക്കുന്നത്.
ഇരുട്ടാണല്ലേ, ലോഡിങ് സ്ക്രീൻ ആയിരിക്കും ഗൈസ്. അത് അല്ലടാ, ഇതെന്തുവാടാ ഇവിടെ ബേബിനെല്ലാം അല്ല, ബേബി എന്ത് ഇത്ര വലുതായേ? ഓട് 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 ഓട്, ഓർറ 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 ഓർറ. എടാ വേറെന്തോ എടാ എക്സിറ്റ് അതാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ എസ്കേപ്പ് ആവും. ഇത്രേ ഉള്ളു നമ്മള്. ഇപ്പൊ നമ്മൾ എസ്കേപ്പ് ആവും. എവിടെ നിന്ന് എസ്കേപ്പ് ആവാനാണ്? ഓക്കെ, സൈഡിൽ കൂടി പോണം. കുഴപ്പമില്ല, ഇത് വലിയ ഇത് ചേസ് ആണെങ്കിലും ഇത് അത്രയ്ക്ക് ഹൊറല്ല കേട്ടോ. മറ്റേ കീ കണ്ടുപിടിക്കുന്നതിന്റെ അത്ര ഹൊറല്ല. പക്ഷെ എന്റെ ചങ്ങാതി അതെന്തുവായിരുന്നു എടാ. ഓക്കെ 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 ഓക്കെ, ഓട് 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 ഓട്. എക്സിറ്റ് എത്തി. എടാ എക്സിറ്റ് എത്തിയിട്ട് നീ അങ്ങോട്ട് അവിടെ നിന്നിട്ട് തുറക്കടാ. ഇവിടെ അവന്റെ കൈ അവിടെ വന്നായിരുന്നു. എന്റെ പൊന്നെ, ഇന്റൻസ് പോനെ. ഇന്റൻസ് വെച്ചാൽ ഇതാണ് കേട്ടോ ഇന്റൻസ്. എന്റെ പൊന്നെ, ഞാനൊരു സത്യം പറയാല്ലേ. ഫുൾ ഇന്റൻസ്. ഇത്ര ഇന്റൻസ് ഒരു ഗെയിം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ ആക്ട് 3 നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ മോർ വീഡിയോസ് ഇതേപോലെ ഒത്തിരി വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രിപ്ഷൻ എനേബിൾ ആക്കി വെച്ചേക്കുക. നമുക്ക് വേറൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം കേട്ടോ.